അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പോലെ തന്നെ പ്രധാനമായ എന്നാൽ നമ്മൾ പഠിക്കാൻ ഏറ്റവും അധികം നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംവിധാനമായ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പരാഡികം, അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ആദ്യം തന്നെ ക്ലിയർ മോഡ്യൂലാർ സ്ട്രക്ചർ. എന്താണ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ? ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ ഡിഫറൻറ്റ് സെക്ഷനുകളാക്കി നമ്മളതിനെ തരം തിരിക്കുന്നു. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ കണ്ടിട്ടുണ്ട് നമ്മൾ പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡഡ് ബൈ. പ്ലസ് ചെയ്യുന്ന സമയത്ത് പ്ലസ് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ, മൈനസ് ചെയ്യുന്ന സമയത്ത് മൈനസ് മാത്രം, ഇൻറ്റു ചെയ്യുന്ന സമയത്ത് ഇൻറ്റു മാത്രം, ബൈ ചെയ്യുന്ന സമയത്ത് ബൈ മാത്രം. ഇങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോസസ്സ് എന്താണോ അതിനെ മാത്രം നമ്മൾ ചെയ്യുന്നു. ബാക്കിയുള്ള ഫംഗ്ഷനുകൾ, അതായത് ഇപ്പോൾ എ പ്ലസ് ബി നമ്മൾ ചെയ്യുകയാണെങ്കിൽ മൈനസ് ആ സമയത്ത് വർക്ക് ചെയ്യിക്കുന്നില്ല, ഇൻറ്റു വർക്ക് ചെയ്യിക്കുന്നില്ല, ബൈ വർക്ക് ചെയ്യിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലിയർ മോഡ്യൂലാർ സ്ട്രക്ചർ. ഓരോ മൊഡ്യൂളായിട്ട് ഓരോ സെക്ഷനായിട്ട് നമ്മുടെ പ്രോഗ്രാമിനകത്ത് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. നെക്സ്റ്റ്, ക്ലിയർ ഇൻ്റർഫേസ്. എന്താണ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്ക്രീനിൽ പ്രോഗ്രാം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് നമ്മളോട് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ കൊടുക്കാൻ പറയും. നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കണം. ആ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതനുസരിച്ച് ബാക്കിയുള്ള പ്രോസസ്സ്, അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ക്രീനാണ് നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ക്രീനിൽ ഒരിക്കലും നമുക്ക് മൊഡ്യൂൾസ് പിന്നെ കാണാൻ സാധിക്കുന്നില്ല. മൊഡ്യൂൾസ് എന്താണ്? പ്രോഗ്രാം കോഡാണ്. പ്രോഗ്രാം കോഡെല്ലാം തന്നെ മെമ്മറിയുടെ അകത്ത് ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. അതൊന്നും ആർക്കും പുറത്തേക്ക് കാണാൻ സാധിക്കില്ല. പകരം അവർക്ക് കാണുന്ന സ്ക്രീനാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ആ ഇൻ്റർഫേസിൽ നമ്മൾ എന്താണ് കാണുന്നത്? ആ സ്ക്രീനിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള സ്ക്രീനാണ് വരുന്നത്. ഇൻപുട്ട് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള റിസൾട്ടാണ് നമ്മുടെ ഇൻ്റർഫേസിൽ കാണുക. അതല്ലാതെ നമുക്ക് വേറെ പ്രോഗ്രാമിൽ നിങ്ങൾ എന്തൊക്കെ ചേർത്തിട്ടുണ്ടോ, നിങ്ങൾ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്, ഇതൊന്നും കാണാൻ സാധിക്കില്ല. അതാണ് ക്ലിയർ ഇൻ്റർഫേസ്. അതുപോലെ തന്നെ മൊഡ്യൂൾസ് ഹിഡൻ. നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്നതായിട്ടുള്ള ഓരോ മൊഡ്യൂളുകൾ, ഓരോ സെക്ഷൻസും ഹിഡൻ ആണ്, ആർക്കും കാണാൻ പറ്റില്ല. നെക്സ്റ്റ്, ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ ദ കോഡ്. നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരുപാട് സ്റ്റെപ്പുകൾ വരുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്പുകളിൽ എവിടെയാണ് നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടതെന്ന് തപ്പി കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ എന്തെങ്കിലും കാരണവശാൽ എറേഴ്സ് എന്തെങ്കിലും വരികയാണെങ്കിലും നമുക്ക് അവിടെ ആ എറേഴ്സിനെ തിരുത്തണമെങ്കിലും ആദ്യം തൊട്ട് അവസാനം വരെ 1000 ലൈനൊക്കെ ഉള്ള പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ അകത്ത് അത് തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം ഓരോ പ്രോഗ്രാമിനകത്തും ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എറർ വരുമ്പോൾ ഏത് സെക്ഷനിലാണ് എറർ വരണതെന്ന് അറിയാൻ സാധിക്കുന്നത് കൊണ്ട് ആ സെക്ഷനിൽ മാത്രം നമുക്ക് തിരുത്തിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാനും എളുപ്പമാണ്. നെക്സ്റ്റ്, ന്യൂ ഓബ്ജക്ട്സ് ക്യാൻ ബി ക്രിയേറ്റഡ് ആസ് നീഡഡ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഇതിലെല്ലാം ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള കളികളാണ്. അതായത് റിയൽ ലൈഫിൽ നമ്മൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 50 കുട്ടികൾ, ആ കുട്ടികളുടെ എല്ലാവരുടെയും മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക, ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ സാധാരണയായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ റിയൽ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി എന്താ ചെയ്യണേ? പുതിയ പുതിയ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് റോൾ നമ്പർ 1 ഒരു ഒബ്ജക്റ്റ്, റോൾ നമ്പർ 2 അനദർ ഒബ്ജക്റ്റ്, റോൾ നമ്പർ 3 അനദർ ഒബ്ജക്റ്റ്, അങ്ങനെ എത്ര ഒബ്ജക്റ്റുകളാണോ ആ ഒബ്ജക്റ്റുകളെ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. അതനുസരിച്ച് ആ ഓരോ ഒബ്ജക്റ്റിൻ്റെയും വാല്യൂസ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പുതിയ പുതിയ ഒബ്ജക്റ്റുകൾ ഈസി ആയിട്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ആവശ്യത്തിനനുസരിച്ച്. ഇംപ്ലിമെൻറ്റ് റിയൽ ലൈഫ് സിറ്റുവേഷൻസ്.
നമ്മൾ സാധാരണ ഇതുപോലെ ഇപ്പോൾ ഒരു ഫാക്ടറിയിലത്തെ എംപ്ലോയീസിൻ്റെ സാലറി, അതുപോലെ നമുക്കിപ്പോൾ ഗ്രേഡ് ഓഫ് ദ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ കമ്മീഷൻ സെയിൽസ്മാൻ്റെ, ഇതുപോലെ റിയലായിട്ട് നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഒരുപാട് സിറ്റുവേഷൻസിലെല്ലാം തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ ഉപയോഗിക്കാം. Can define new data types, new operations for operators. പുതിയ ഡാറ്റ ടൈപ്പുകളെ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് പുതിയ ഓപ്പറേഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ എന്താവശ്യമുണ്ടോ ആ സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിൽ എന്ത് തരത്തിലുള്ള മോഡിഫിക്കേഷൻസ് വേണമെങ്കിലും അതെല്ലാം നമുക്ക് പോസിബിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഉള്ള പരിമിതികളൊന്നും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇല്ല. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അതുകൊണ്ടാണ് കുറച്ചും കൂടി ആളുകൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമായി മാറി. യൂസർ ഫ്രണ്ട്ലി എന്നാണ് അതിന് പറയുന്ന പേര്. അപ്പോൾ അതുകൊണ്ട് അത് കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു പ്രോഗ്രാമിംഗ് ആയി മാറി.